ഹലോ കൂട്ടുകാരെ, നമസ്കാരം. അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ ജിപ്സിയിൽ ഞങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ, ഞങ്ങളൊരു സിനിമയ്ക്ക് വേണ്ടി ലൊക്കേഷൻ നോക്കാൻ പോവാണ്. കഴിഞ്ഞ ദിവസം വൈത്തിരിയുള്ള എൻ്റെ കൂട്ടുകാരൻ പ്രശോഭ് വിളിച്ചിട്ട് പറഞ്ഞു, ഇതേട്ടാ ഒരു 4 വീൽ ജീപ്പ് വേണം, നമുക്കേതോ മല കയറാനാണ്, ഒരു സിനിമാക്കാർ വന്ന് അവർക്ക് ലൊക്കേഷൻ കാണണം, നിങ്ങൾക്ക് സിനിമയായിട്ടുള്ള ചെറിയൊരു കണക്ഷനൊക്കെ വെച്ചിട്ട് നിങ്ങൾ വണ്ടി എടുത്ത് വരുമോ എന്ന് ചോദിച്ചു. ഞാനെന്താക്കി, എൻ്റെ അടുത്ത് 4 വീൽ ജീപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കൂട്ടുകാരൻ ജോബി എത്തിമേലുള്ള ജോബിനെ കൂട്ടി ഞാനും ജോബിയും കൂടെ അവൻ്റെ വണ്ടിയിൽ 4 വീൽ ജീപ്സ് ഞങ്ങൾ ചെന്നു. ആദ്യം ഞങ്ങൾ വേറെ ലൊക്കേഷൻ പോയി നോക്കി. ഒരു വലിയ മല തന്നെയായിരുന്നു, തേയിലത്തോട്ടങ്ങളായിരുന്നു. പക്ഷെ അവിടെ നിന്ന് എടുത്ത വീഡിയോസ് അത് പിന്നീടാം. അത് കഴിഞ്ഞ് രണ്ടാമത് ഞങ്ങൾ പോയതാണ്. ഇതൊരു സ്വകാര്യ പ്ലാന്റേഷനാണ്. നമുക്ക് കയറുന്ന പെർമിഷനൊക്കെ വേണം. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സബിത് സാർ, പുള്ളി പോലീസിലാണ്. പുള്ളി പെർമിഷനൊക്കെ എടുത്തു. പുള്ളീൻ്റെ പരിചയത്തിലുള്ള ആളാണ്, അവിടുത്തെ മാനേജറെന്നോ. അങ്ങനെ ഞങ്ങളിങ്ങനെ മല കയറുകയാണ്. ഇപ്പോൾ കാണുന്നു നോക്കണ്ട, ആദ്യം കുറേ കാപ്പിത്തോട്ടാണ്, വലിയൊരു മലയാണ്. പക്ഷേ ഇതിൻ്റെ ടോപ്പ് വരെ ഒരു കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്ലാന്റേഷനാണ്. ഞങ്ങൾ പോകുമ്പോൾ ഓരോ പാറക്കെട്ടുകളുണ്ട്, കുത്തര കയറ്റം, ഹെയർപിൻ വളവുകളുണ്ട്. താഴെ കാണുന്ന ഒരു പൊട്ടുപോലെ ബിൽഡിങ് കാണുന്നില്ല, അത് പഴയ വൈത്തിരി ബിൽഡിങ്ങുകളാണ് കാണുന്നത്. പഴയ വൈത്തിരിയുള്ള ഒരു 17 നില എത്രയുള്ളൊരു വലിയൊരു കെട്ടിട സമുച്ചയമുണ്ട്. മിറാഷ് മിറാഷ് എന്ന പേരുള്ള, അതൊക്കെ ഒരു പൊട്ടുപോലെ കാണുന്നില്ല, പൊട്ടുപോലെ കാണുന്നുണ്ട്. പക്ഷേ യാത്ര നല്ല വൈബാണ്. കുറച്ച് ഡേഞ്ചറാണെങ്കിൽ കൂടി നല്ല വൈബായിരുന്നു. ഇടയ്ക്ക് നല്ല ശക്തമായ മഴയൊക്കെ പെയ്തു. ഇപ്പോൾ അത് തോർച്ചയുണ്ട്. നല്ല അട്ടശല്യമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങി നിൽക്കുമ്പോൾ അട്ടയൊക്കെ ഇങ്ങനെ ഞങ്ങളെ കൂട്ടമായി വന്ന് ആക്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊന്നും വലിയൊരു വിഷയമല്ല ഈ ഒരു ത്രില്ലിൽ. നമ്മൾ ആദ്യമായിട്ടാണ് വയനാട്ടിൽ തന്നെയാണേലും ഇത്രയും ഉയരത്തിലുള്ള സ്ഥലത്ത് പോകുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 6500 അടി മുകളിലുള്ളൊരു മലയാണിത്. അത് നമ്മുടെ ഡയറക്ടറും പ്രൊഡക്ഷൻ്റെ ആൾക്കാരൊക്കെയാണ് നിൽക്കുന്നത്. ഡയറക്ടർ സാറാണ് അജയൻ സാറ്. ബദൽ എന്ന് പറഞ്ഞ അദ്ദേഹം ശേതാമനേനൊക്കെ കേന്ദ്ര കഥാപാത്രമായ ഒരു സിനിമ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പോണ പടമാണ്, അതിൻ്റെ ലൊക്കേഷനാണ്. ഇത് തൊഴിലാളിക്ക് താമസിക്കാനുള്ള ഒരു ഷെഡാന്ന് തോന്നുന്നു. പുറമൊക്കെ കുറേ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. വളരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന, പല ബ്രിട്ടീഷുകാർ കാലത്ത് തൊട്ടുള്ളൊരു പ്ലാന്റേഷനാണ് എന്നാണ് കരുതുന്നത്. പിന്നെ നല്ല കോടമഞ്ഞ്, ഒരു മഴ കഴിഞ്ഞിട്ടുള്ള കോടമഞ്ഞാണ്. കുറച്ച് നേരം നിന്നപ്പോഴാണ് കുറച്ച് സ്ഥലമൊക്കെ തെളിഞ്ഞു വന്നത്. പിന്നെ അടിപൊളി എന്താ പറയുക, വൈബ് എന്ന് പറഞ്ഞാൽ താഴെ നോക്ക്. ഇവിടുത്തെ വയനാട്ടിലെ ഏറ്റവും വലിയ മലയായ ചെമ്പ്രമല കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥലം ഇതാണ്. കമ്പികെട്ട് എന്നെന്തോ ഒരു പേരാണ് ഈ സ്ഥലത്തിനുള്ളത്. ബ്രിട്ടീഷുകാർ പണ്ട് വന്നിട്ട് അവിടെ കമ്പി അടിച്ചു എന്തൊക്കെയോ കെട്ടിടങ്ങളൊക്കെ പണിയാൻ ശ്രമിച്ചതിൻ്റെ കമ്പിയൊക്കെ അവിടെ ഉണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുണ്ടായ പേരാന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്, വ്യക്തമായിട്ട് അറിയത്തില്ല. അപ്പം എന്തായാലും യാത്ര ഒരു അടിപൊളിയായിരുന്നു. അപ്പം നമ്മൾ അറിയപ്പെടാത്ത കുറേ സ്ഥലങ്ങൾ നമ്മുടെ വയനാട്ടിൽ തന്നെ ഉണ്ട്, ഇനിയും കാണാം.